നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായിട്ട് നല്ല അന്തർധാരയുണ്ട്, ധാരണയുണ്ട്, അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഒന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തരാം. ഇന്ന് എന്തായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത? കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ ദേശീയ തലത്തിലേക്ക് നാട് കടത്തിച്ചു. ആര്? അബിൻ വർക്കി എന്ന വ്യക്തി. പ്രമുഖനാണ്. അതിന്റെ അസംതൃപ്തി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടു. പോരാത്തതിന് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടതിന് ശേഷം താൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ആക്കാത്തത് എന്ന ചോദ്യം വളരെ കൃത്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു വിവാദ സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടു നടക്കുന്നത് സതീശനായിരുന്നു. അറിയാലോ, ഞാൻ യൂത്തിന്റെ നേതാവാണ് എന്നുള്ള നിലയ്ക്ക് ഷാഫി പറമ്പിലിന്റെയും മാങ്ങാണ്ടിയൊക്കെ കൊണ്ടു നടന്ന് വഷളാക്കിയതാരാണ്? അത് സതീശനാണ്. അതേ സതീശൻ ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ദൃശ്യം, അത് കാഞ്ഞങ്ങാട് വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. ആ മാധ്യമങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി ആദ്യ ചോദ്യം എന്തായിരിക്കണം ഉയരേണ്ടത്? അത് ഏകദേശം 2 മണിക്കൂറിന് മുന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഉയരേണ്ട ചോദ്യം എന്തായിരിക്കണം? പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നത്തെ ഏറ്റവും വാർത്താ വാല്യൂ ഉള്ള ചോദ്യം എന്തായിരിക്കണം? അബിൻ വർക്കിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, യൂത്ത് കോൺഗ്രസിലെ അതൃപ്തിയാണ്. പക്ഷേ ചോദ്യമില്ലെന്നേ. ഒന്ന് കേട്ടെ എല്ലാ ചോദ്യങ്ങളും. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഇന്നലെ പ്രഖ്യാപിച്ചു. പിന്നെ അതിലൊരു തലത്തിൽ പ്രവർത്തിക്കാൻ വർക്ക് പറയുന്നു. അത് നന്നായി വർക്ക് ചെയ്യട്ടെ. നേതൃത്വത്തോട് സംസാരിക്കുമെന്നാണ്. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവര് ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ഇതൊന്നും ഞാൻ മറുപടി പറയും. മുന്നിൽ വരുന്ന സാഹചര്യത്തിലാണ്. അല്ല, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അതൊന്നും ഞാൻ ഉറപ്പായിട്ടും. നിരാശയുണ്ട്. എന്താ വെച്ചാല് പാർട്ടി പറഞ്ഞപ്പോ ജയിലിൽ പോകാൻ പറഞ്ഞപ്പോ ജയിലിൽ പോയി, തല്ലുകൊള്ളാൻ പറഞ്ഞപ്പോ തല്ലുകൊണ്ടു, സമരം നയിക്കാൻ പറഞ്ഞപ്പോ സമരം നയിച്ചു. അല്ല, എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ. ഞാൻ എല്ലാ നോട്ടീസും അല്ല, എന്റെ അടുത്ത് വേണ്ട. എല്ലാരും അറിയിക്കുന്ന ഇ.ഡി. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വർഷം? അല്ല, അത് ഇ.ഡി. ആണ് വ്യക്തമാക്കേണ്ടത്. ഇനിയും വരും, ഇനിയും കുറെ കാര്യങ്ങൾ വരും. ഈ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി ബി.ജെ.പിയോ കേന്ദ്ര സർക്കാരോ ശ്രമിക്കുന്നു എന്നാണോ? ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട്, ആദ്യം മുതലേ ഉണ്ട്. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന ജാഥ പാണത്തൂരിൽ നിന്ന് അപ്പോ അവിടെ തലശ്ശേരി ആശ്രമിച്ചപ്പോൾ ഈ പാമ്പ്ലാനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉത്തരേന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലും മതപ്രചരണത്തിന് അനുമതി ലഭിക്കുന്നില്ല, ഈ സംഘപരിവാർ ഇടപെട്ടിട്ട്. അതേ സമാനമായ സ്ഥിതി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലുമുണ്ട്. മതപ്രചരണത്തിന് അനുവാദം കിട്ടുന്നില്ല, വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു പാമ്പ്ലാനി. അത് ഗവൺമെന്റ് ഒരു തരത്തിൽ ഇടപെടുന്നില്ല. ഗവൺമെന്റ് അവിടെ നിർബന്ധിത മതപരിവർത്തനായി നിരോധിച്ചത് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോഴാണല്ലോ. അതല്ല ഇപ്പൊ ദുരുപയോഗം ചെയ്യുന്നത്. അല്ലല്ല, ഒരിക്കലല്ല. ഇഡിയുമായി ബന്ധപ്പെട്ട് ഇഡിയിലെ വ്യാപകമായി പ്രതിപക്ഷത്തിനെതിരെ ആ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അപ്പൊ പിണറായിയുടെ മകനെതിരെ കത്തയക്കുമ്പോൾ മാത്രം അതിലെന്തോ കഴമ്പുണ്ടെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്ന സമയത്ത് അത് ഞങ്ങള് കഴമ്പെന്നല്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതാണ്, അത് നല്ല ചോദ്യമാണ്. ഞങ്ങൾ മെറിറ്റിലേക്ക് ഒന്നും പോയില്ലല്ലോ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടു. ഇതേ മാധ്യമങ്ങൾ കൊടുത്ത അദ്ദേഹത്തിന്റെ മകനെതിരായിട്ടുള്ള ഇ.ഡിയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട ചോദ്യം ആദ്യമേ ഉയർന്നു വന്നത് നിങ്ങൾ കേട്ടില്ലേ? ആ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിലുള്ള ചോദ്യം അതായിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് പ്രതിപക്ഷത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിയമിച്ചതിന് ശേഷം അതിന്റെ പേരിൽ വലിയ അസംതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറിക്ക് സാഹചര്യം ഉണ്ടാവുകയാണ്. എന്താണ് പ്രതിപക്ഷ നേതാവിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് ചോദിക്കണ്ടേ? അവിടെയാണ് അടിമകളായിട്ടുള്ള മാപ്രകളെടുത്ത് നേരത്തെ പറഞ്ഞ് ധാരണയാക്കിയാണ് ഈ ക്വസ്റ്റ്യൻ എന്നോട് പാടില്ല. അത് പാടില്ല എന്ന് പറഞ്ഞാൽ സതീശനോട് ചോദിക്കാതിരിക്കുന്ന ആ കരുതൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിന് മറിച്ചൊരു ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈരളിയല്ലേ? അതിന് മറുപടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പിമ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അബിൻ വർക്കി വിഷയം എന്തുകൊണ്ട് സതീശനോട് ചോദിക്കപ്പെടാതെ പോയി എന്നും ഇങ്ങനെ ലൈവായിട്ട് കൊടുത്ത വാർത്തകളിൽ കേരളത്തിൽ ഇന്നത്തെ വാർത്താ ദിവസത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചോദ്യമല്ല. അതും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അസംതൃപ്തി പുകയുന്ന ഒരു വിഷയം ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? മുഴുവൻ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം മനോരമയെ വെള്ളപൂശാൻ വേണ്ടി സതീശൻ ആ സമയം മുഴുവൻ എടുത്തു പോയിരിക്കുകയാണ്. അതായത് പരസ്പര സഹായ സഹകരണ സംഘം. അതാണ് നമ്മൾ കൊടുക്കുന്ന വ്യാജ വാർത്തയാണെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്തം സതീശനുണ്ട്, പ്രത്യേകിച്ച് മനോരമ പറയുന്ന കാര്യത്തിൽ. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് സതീശൻ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതിൽ മറുപടി പറയേണ്ടെന്നല്ല, പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി തയ്യാറാകുന്നവർ എന്തുകൊണ്ട് കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചോദ്യം ചോദിച്ച് നിങ്ങളെ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യരുത് എന്ന് മാധ്യമങ്ങൾക്കകത്ത് തന്നെ ഒരു പൊതു തീരുമാനമുണ്ട്. അതിന്റെ മൗത്ത് പീസായിട്ട് സതീശൻ നിൽക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടുള്ള ഇ.ഡി വിഷയം
അത് വഴിമാറിപ്പോകരുത്. സതീശന്റെ അടുത്ത് മറ്റു ചോദ്യങ്ങൾ ചോദിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാർ അത് ടേക്കപ്പ് ചെയ്യും. അതിനെ സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റത് മുങ്ങിപ്പോകും. ആ മുങ്ങിപ്പോകാതെ കരുതൽ കാട്ടേണ്ടതുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം കൊടുത്താൽ വാലും ചുരുട്ടി നിന്ന് സതീശനോട് ആ രീതിയിൽ ചോദ്യം ചോദിക്കുന്ന കേരളത്തിലെ അടിമപ്പണിക്കാരെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സതീശന്റെ പതിവ് വാർത്താ നാടകത്തിൽ കാണാൻ കഴിയുന്നു എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട്.